വയനാട് ചൂരൽമല മുണ്ടക്കൈ ടൗൺഷിപ്പ് മേഖലയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. നിർമ്മാണ സ്ഥലത്തേക്ക് വന്ന വാഹനങ്ങൾ നാട്ടുകാർ തടയുകയാണ്. ഫൈസൽ നെടുമ്പാല ചേരുന്നു. ഫൈസൽ, ഇപ്പോഴെന്താണ് പ്രതിഷേധം തുടരുകയാണോ? ധന്യ, മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് നടക്കുന്ന ഭാഗത്ത് റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്ന് ആരോപിച്ചാണ് നാട്ടുകാരുടെ ഒരു പ്രതിഷേധം ഇവിടെ നടക്കുന്നത്. റോഡ് കാൽനട യാത്രക്ക് പോലും യോഗ്യമല്ലാത്ത വിധം പൂർണ്ണമായും ചളിക്കുളമായിരിക്കുന്നു. അതിനെതിരെയാണ് നാട്ടുകാരുടെ ഒരു പ്രതിഷേധം. ഇപ്പോൾ ടി സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ നാട്ടുകാരുമായി ചർച്ച നടത്തുകയാണ്. എന്താ നിങ്ങളുടെ ഒരു പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞാൽ റോഡ് വഴിയുടെ പ്രശ്നമാണ് മെയിനായിട്ട് നമുക്ക് വരുന്നത്. റോഡ് പണി, കുടിവെള്ള പ്രശ്നമുണ്ട്, പിന്നെ സ്കൂളിലേക്ക് കുട്ടികൾക്ക് പോകാൻ കഴിയുന്നില്ല. അങ്ങനത്തെ പല പ്രശ്നങ്ങളും നമുക്ക് വരുന്നില്ല. ഞങ്ങൾ പുനരധിവാസത്തിന് ഞങ്ങൾ എതിരല്ല, ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ റോഡിന്റെ പ്രശ്നം, വഴി നടക്കാൻ കഴിയുന്നില്ല, ഓട്ടോ വിളിച്ചാൽ വരുന്നില്ല, പിന്നെ നമ്മുടെ കുടിവെള്ള പ്രശ്നമുണ്ട്, കുട്ടികളുടെ പ്രശ്നങ്ങളുണ്ട്, രോഗികളെ ഞങ്ങൾ ഇന്നലെ എടുത്തിട്ടാണ് കൊണ്ടുപോയത്. അറ്റാക്ക് വന്ന രോഗി ഞങ്ങൾ ഇവിടുന്ന് എടുത്തിട്ടാണ് കൊണ്ടുപോയത്. ഒരു വണ്ടി വിളിച്ചിട്ട് വരുന്നില്ല. കുടിവെള്ള പ്രശ്നമാണ് മെയിനായിട്ട് വരുന്നത്. കുടിവെള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാലം നിങ്ങളൊന്നും ഇങ്ങോട്ട് മാറിയിരിക്കുന്നില്ലെങ്കിൽ സോറി കാലങ്ങളോളായിട്ട് ഇരിക്കുന്ന പേഷ്യൻസ് ഈ കണ്ട ജനങ്ങളൊക്കെ ഇപ്പൊ മഴ കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അത് ഫസ്റ്റ് തന്നെ അവർ സിമന്റ് ഗോഡൌൺ ആക്കി. അന്ന് നമ്മൾ തടഞ്ഞപ്പോ അവർ പറഞ്ഞത് പിന്നെ ഗവൺമെന്റിന്റെ ആണ്. അന്ന് ഇവരോടാ പറഞ്ഞത് പറയാനുള്ള അധികാരമില്ലാന്നാണ്. എന്റെ വീട്ടിലേക്ക് JCB വെച്ച് മണ്ണ് മാറ്റിയില്ലേ, റോഡ് പോലെ പറ്റി. ഇപ്പൊ എനിക്കങ്ങനെ പോകാൻ പറ്റില്ല, ചളിയാ. ഇപ്പൊ ടൗണിൽ നിന്ന് ഇപ്പൊ ഞാൻ വരുമ്പോണ്ട് ഒരു ഓട്ടോറിക്ഷ വരൂലാന്ന്. കാരണം വെച്ചാൽ ഇവിടെ വന്ന് ഞങ്ങൾ റിട്ടേൺ പോവാണ്. 250 രൂപ എടുത്ത് സർവീസ് ചെയ്യണമെന്ന് അവർ പറയണത്. പിന്നെ എങ്ങനെ ഒരു വരിക? ഇവരോട് ഞാൻ ഓഫീസിൽ പോയിട്ട് ഇവരെ പ്ലാനിംഗ് ഓഫീസർ മറ്റുള്ളവരുടെ ഓഫീസിൽ പോയി പറഞ്ഞോ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വർക്ക് എടുക്കണ ഒരാൾ ചെയ്യേണ്ടത്. അപ്പൊ നാട്ടുകാരുടെ ഒരു പ്രതിഷേധം ഇപ്പോൾ തുടരുകയാണ്. ഇപ്പൊ MLA ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. MLA, എന്താണ് ഒരു തീരുമാനം? ഒരു മിനിറ്റ്. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ പുനരധിവാസ പ്രവർത്തനത്തെ സ്വാഗതം ചെയ്തതായിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ താമസിക്കുന്ന മുഴുവൻ ആളുകളും. അവര് ഈ പ്രതിഷേധത്തിനിടയിലും അവര് വർക്ക് തടസ്സപ്പെടുത്തിയില്ല. വർക്ക് തടസ്സപ്പെടുത്താതെ മുന്നോട്ട് പോകണം എന്നുള്ളത് പിന്നെ ഇവിടത്തെ ജനങ്ങളുടെ തന്നെ ആഗ്രഹമാണ്. നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. പുനരധിവാസ പ്രവർത്തനം ഒരു സമയം പോലും വർക്ക് തടസ്സപ്പെടാതെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. അപ്പൊ ഇവരുടെ ചില സീരിയസ് ആയ പ്രശ്നമുണ്ട്. നേരത്തെ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി, ഞാൻ തന്നെ കത്ത് കൊടുത്താണ്, ഞാൻ തന്നെ സംസാരിച്ചതാണ്. അപ്പോ അതിന് പരിഹാരമായിട്ടില്ല. ഇപ്പൊ അവർക്ക് വഴി നടക്കാനും അതുപോലെ കുടിവെള്ളത്തിന്റെ പ്രശ്നം, വഴി നടക്കാൻ സാധിക്കുന്നില്ല. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ മറ്റും വരുമ്പോൾ വലിയതായ യന്ത്രങ്ങളും സാധനങ്ങളും പോയിട്ട് കുട്ടികൾക്കുണ്ടാകുന്ന സുരക്ഷിത പ്രശ്നം, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വഴിയൊക്കെ താറുമാറായിരിക്കുകയാണ്. അപ്പൊ ഈ പ്രശ്നം നാളെ തന്നെ സംസാരിക്കാനുള്ള സമയം ജില്ലാ കളക്ടറും സ്പെഷ്യൽ ഓഫീസർ ശ്രീ അരുണും രണ്ടുപേരോട് സംസാരിച്ചു. നാളെ തന്നെ മീറ്റിംഗ് വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ഈ നിലവിലുള്ളതായിരിക്കുന്ന പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് അവരോട് പറയാൻ പോവുകയാണ്. ഇപ്പോൾ നാളെ തന്നെ മീറ്റിംഗ് നടത്തി ബാക്കിയുള്ള പ്രശ്നങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചർച്ച ചെയ്ത് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഒരു നിമിഷം പോലും ഇതിന്റെ വർക്ക് തടസ്സപ്പെടാതെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇവരുടെയും നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം. അതനുസരിച്ചുള്ള നടപടികളിലേക്ക് കടക്കും. അപ്പോ ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ തന്നെ കളക്ടറുടെ അധ്യക്ഷതയിൽ മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് അടിയന്തരമായിട്ടുള്ള പരിഹാരം കാണുമെന്നുള്ളതാണ് ടി സിദ്ദിഖ് MLA ഇപ്പോൾ പറയുന്നത്. ശരി ഫൈസൽ.